ഒരു മഴക്കാല പ്രഭാതം വീടിന്റെ പറമ്പിൽ ചെറിയൊരു വെള്ളപ്പൂക്കളുമായി ഒരു കുഞ്ഞൻ ചെടി തലയുയർത്തി നിൽക്കുകയായിരുന്നു. പലരും അതിനെ ഒരു സാധാരണ കളയെന്ന് കരുതി പറിച്ചെറിയും. പക്ഷേ ആ കുഞ്ഞൻ ചെടിയുടെ പേരാണ് കയ്യോന്നി. നൂറ്റാണ്ടുകളായി ആയുർവേദത്തിൽ വിലമതിക്കപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ഒരിക്കൽ ഒരു വൈദ്യൻ ശിഷ്യനോട് പറഞ്ഞു, പറമ്പിൽ കാണുന്ന എല്ലാ ചെറിയ ചെടികളും കളകളല്ല, ചിലത് പ്രകൃതിയുടെ മരുന്ന് പെട്ടിയാണ്. അങ്ങനെ ശിഷ്യൻ കയ്യോന്നിയെ പരിചയപ്പെട്ടു. മഴവെള്ളം നനഞ്ഞ മണ്ണിൽ വളരുന്ന ഈ ചെടിയുടെ ഇലയും തണ്ടും വേരും എല്ലാം ഔഷധ പ്രധാനമുള്ളത് വേണം. കയ്യോന്നി മുടിയുടെ ആരോഗ്യത്തിന് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ്. എണ്ണ മുടിക്ക് കറുപ്പും തിളക്കവും കരുത്തും നൽകാനായിട്ട് സഹായിക്കും ഈ കയ്യോന്നി ചേർന്ന എണ്ണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കയ്യോന്നിയോട് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കും, അതിന് തിളക്കം കിട്ടും, നല്ല കരുത്തും കിട്ടും. അങ്ങനെ ആയുർവേദത്തിൽ പറയപ്പെടുന്നതാണ്. നമ്മൾ അങ്ങനെ എണ്ണ കാച്ചി തേച്ചിട്ടുണ്ട്, അത് ഫലപ്രദമാണ്. കൂടാതെ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, ചില ത്വക്ക് രോഗങ്ങൾ, ചെറിയ മുറിവുകൾ എന്നിവയ്ക്കൊക്കെ പരമ്പരാഗതമായി ഇത് ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ മറ്റ് രോഗങ്ങളുള്ളവർ ഇത് ഡോക്ടറോട് ചോദിക്കാതെ ഒന്നും ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഒരു ചെറിയ ചെടിയായ കയ്യോന്നി അത്രമാത്രം ഉപയോഗമുള്ളതാണ്. ഒരു ചെറിയ ചെടി നമ്മെ ഒരു വലിയ പാഠം തന്നെ പഠിപ്പിക്കുന്നു എന്ന് പറയാം. വലിപ്പമല്ല, ഉപകാരമാണ്. ഒരു ജീവിയുടെ യഥാർത്ഥ വില നാം പലപ്പോഴും അവഗണിക്കുന്നു. പ്രകൃതിയുടെ സമ്മാനമാണ് വലിയ ഗുണങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഈ ചെറിയ സസ്യം പോലും. അപ്പോൾ നമ്മൾ പറമ്പിൽ കാണുന്ന ചെറിയ പൂവുള്ള, ആ വെളുത്ത പൂവുള്ള ആ ചെറിയ കുഞ്ഞൻ സസ്യത്തെ കാണുമ്പോൾ നമ്മൾ മറക്കരുത്, ഇതൊരു ഔഷധ പെട്ടിയാണ് എന്നുള്ള കാര്യം. എല്ലായിടത്തും ഉണ്ട്. പണ്ട് കാലത്ത് കേരളത്തിലെ പല വീടുകളിലും കയ്യോന്നി ഒരു സാധാരണ ചെടിയായിരുന്നില്ല. വീട്ടുമുറ്റത്ത് അത് കണ്ടാൽ മുതിർന്നവർ അതിനെ സംരക്ഷിക്കുമായിരുന്നു. ഇത് പ്രകൃതി നമുക്ക് നൽകിയ ഒരു ഔഷധ സമ്പത്താണ് എന്ന് അവർ പറയുമായിരുന്നു. മഴക്കാലത്ത് കയ്യോന്നി നന്നായി വളരും. ചെറിയ വെള്ളപ്പൂക്കളും പച്ച നിറമുള്ള ഇലകളും ചേർന്നത് വളരെ മനോഹരമായി കാണപ്പെടുന്നു. വഴിയോരങ്ങളിലും വയൽ വരമ്പുകളിലും ഈ ചെടിയെ കാണാനായിട്ട് കഴിയും. പ്രത്യേക പരിചരണം ഒന്നുമില്ലാതെ തന്നെ വളരാൻ കഴിയുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ കയ്യോന്നിക്ക് വളരെ പ്രധാനമായ സ്ഥാനമുണ്ട്. മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ചില ഔഷധ എണ്ണകളായും കയ്യോന്നി പ്രധാന ഘടകമാണ്. മുടിക്ക് കരുത്തും തിളക്കവും നൽകുന്നു. പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നത്. കൂടാതെ മറ്റ് ചർമ്മ രോഗങ്ങൾക്കും ഒക്കെ ഇത് നല്ലതാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്, പ്രകൃതിദത്ത ഔഷധ സസ്യ സസ്യമായാലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കയ്യോന്നിയോ മറ്റേതെങ്കിലും ഔഷധ സസ്യങ്ങളോ നമ്മൾ മരുന്നായി ഉപയോഗിക്കുമ്പോൾ മുമ്പ് നമുക്ക് ഒരു ഡോക്ടറെ കണ്ട് ആയുർവേദ വിദഗ്ധരെയോ അവരുടെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ. കയ്യോന്നിയുടെ കഥ നമ്മെ ഒരു വലിയ സന്ദേശമാണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും വില കൽപ്പിക്കാതെ ചെറിയ കാര്യങ്ങളും പോലും ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളതായിട്ട് മാറും. പ്രകൃതിയിലെ ഓരോ ചെടിക്കും ഓരോ ദൗത്യമുണ്ട്. അതുകൊണ്ട് ചെടികളെയും മരങ്ങളെയും സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത തവണ നിങ്ങളുടെ വീട്ടുമുറ്റത്തോ വയൽ വരമ്പിലോ കയ്യോന്നി കണ്ടാൽ അതിനെ വെറും ഒരു കളയായി പറിച്ചു കളയരുത്. അത് പ്രകൃതിയുടെ ചെറിയൊരു നിധിയാണ്. പ്രകൃതിയെ സ്നേഹിക്കൂ, ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കൂ, അറിവ് നമ്മൾ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ രസകരമായ കഥകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. മുടിയുടെ ആരോഗ്യത്തിന് കയ്യോന്നി ഒരു പ്രശസ്തമായതാണ്. മുടി സംരക്ഷണത്തിനും കയ്യോന്നി ചേർത്ത എണ്ണ പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചു വരുന്നു. മുടിക്ക് തിളക്കം കിട്ടാൻ, അതുപോലെ അകാല നര മാറാനും ഒക്കെ ഇത് സഹായിക്കുന്നു. കരളിൻ്റെ ആരോഗ്യത്തിന് ആയുർവേദത്തിൽ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സസ്യമായി കയ്യോന്നിയെ കണക്കാക്കുന്നു. കരൾ സംബന്ധമായ ചില പ്രശ്നങ്ങൾ പരമ്പരാഗത ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു. മുറിവുകൾക്കും ചർമ്മ സംരക്ഷണത്തിനും ഇതരച്ച് പുറമേ പുരട്ടുന്നത് നല്ലതാണ്. ചെറിയ മുറിവുകൾ, ചൊറിച്ചിൽ, ചില ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. ദഹനത്തിന് ആയുർവേദ ചികിത്സാ രീതിയിൽ ദഹനം മെച്ചപ്പെടുത്താനും വിശപ്പ് വർദ്ധിപ്പിക്കാനും കയ്യോന്നി ഉപയോഗിക്കാറുണ്ട്. രോഗപ്രതിരോധ ശേഷിക്ക് ആന്റി ഓക്സിഡന്റുകളും മറ്റ് സസ്യ ഘടകങ്ങളും ഉള്ളതിനാൽ ശരീരത്തിന് സ്വാഭാവിക